നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അമേരിക്കയുടെ ട്രംപിൻ്റെ ഉപരോധ ഭീഷണികളെയെല്ലാം പുല്ലുപോലെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് 5 വർഷത്തെ സാമ്പത്തിക വ്യാപാര പദ്ധതികൾക്ക് റഷ്യയും ഇന്ത്യയും തമ്മിൽ കരാറിലേർപ്പെട്ടത്. ഇന്ത്യയിൽ ദ്വിദിന സന്ദർശനത്തിനെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന് നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയും നമ്മുടെ രാജ്യവും നൽകിയത് ഊഷ്മളമായ സ്വീകരണവും വരവേൽപ്പുമാണ്. എന്നു മാത്രമല്ല, തന്ത്രപ്രധാനമായ നിരവധി മേഖലകളിൽ വ്യാപാരമടക്കം സൈനിക സഹകരണമടക്കം നിരവധി മേഖലകളിൽ ഇന്ത്യ റഷ്യ കരാറുകൾക്കും രൂപം നൽകിയിട്ടുണ്ട്. അതിന് സമ്മതം നൽകിയിട്ടുണ്ട് ഇന്ത്യ റഷ്യ ഉച്ചകോടി. എന്തായാലും ന്യൂഡൽഹി സാക്ഷ്യം വഹിച്ചത് ലോകത്തിലെ 2 വൻ ശക്തികൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആതിഥ്യ മര്യാദയുടെയും ഒക്കെ ദൃശ്യങ്ങളാണ് ന്യൂഡൽഹി സാക്ഷ്യം വഹിച്ചത്. ഇവിടെ നമുക്കറിയാം, റഷ്യയുമായിട്ട് കൂടുതൽ സഹകരിച്ചാൽ ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്നും ഇന്ത്യയെ വരിഞ്ഞു മുറുക്കുമെന്നും ഇന്ത്യയെ നശിപ്പിക്കുമെന്നും വരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വേള പറഞ്ഞിരുന്നു. എന്നാൽ അന്നൊന്നും ഇന്ത്യ അതിന് മറുപടി കൊടുത്തില്ല. ഇവിടെ പലരും നരേന്ദ്രമോദിയുടെ മൗനത്തെ, ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയ്ക്ക് കീഴടങ്ങി അതിൻ്റെ ലക്ഷണമാണ് ഈ മൗനം എന്ന് ആക്ഷേപിച്ച് പ്രധാനമന്ത്രിയെയും കൂട്ടരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ഇന്നിതാ നമ്മൾ ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ കണ്ടത് ചുട്ട മറുപടിയാണ് അമേരിക്കയ്ക്ക് കൊടുത്തിരിക്കുന്നത് പ്രവൃത്തിയിലൂടെ. വെറുതെ വായ്ത്താരിയിട്ട് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുകയല്ല ഒരു രാഷ്ട്രത്തലവൻ്റെ ധർമ്മം എന്ന് നരേന്ദ്രമോദി തെളിയിച്ചിരിക്കുകയാണ്. റഷ്യയുമായിട്ട് വലിയ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾക്കാണ് ഇതോടുകൂടി ഇന്ത്യ തുടക്കം കുറിച്ചിരിക്കുന്നത്. മാത്രമല്ല, റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഉറപ്പു നൽകിയിരിക്കുന്നു, റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ അഥവാ ഇന്ധനം നിർലോഭം ഒഴുക്കും എന്ന്. ഇക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഡോളറിലല്ല വ്യാപാരം, ഇന്ത്യൻ റുപ്പിയിലായിരിക്കും വ്യാപാരം എന്നും ഇരു നേതാക്കളും ഉറപ്പു നൽകിയിരിക്കുന്നു. അതുപോലെ സൈനിക സംബന്ധമായ നിരവധി കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒന്നും വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. കാരണം അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്നതാണ്. നമുക്കറിയാം, വ്യോമ പ്രതിരോധ രംഗത്ത് S-400 അഥവാ സുദർശന എന്ന് പറയുന്ന ആ ഒരു ഉപകരണം വഹിച്ച പങ്ക് എത്ര വലുതാണെന്ന് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂരിൽ കണ്ടു. അതിൻ്റെ പുതിയ പതിപ്പായ S-500 ഇന്ത്യയിലേക്ക് വരികയാണ്. അത് നൽകാൻ റഷ്യ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കരാറുകൾ പുരോഗമിക്കുന്നു. ഇവിടെ ആ കരാർ ഒപ്പിട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് വ്യക്തമല്ല. അത് സംബന്ധിച്ച് വ്യക്തമാക്കേണ്ടത് ഇന്ത്യ സർക്കാരാണ്. അതുപോലെ തന്നെ സുഖോയ് 5ാം തലമുറ പോർ വിമാനങ്ങളെ സംബന്ധിച്ച് അവ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനെ കുറിച്ച് ഒക്കെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതിലും തീരുമാനമായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. എന്തായാലും നമുക്ക് അത്തരം വിവരങ്ങൾ വളരെ വൈകിയേ പുറത്തു വരികയുള്ളൂ. അതിനായിട്ട് കാത്തിരിക്കാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് മറ്റൊരുപാട് കാര്യങ്ങളിൽ ഇന്ത്യ റഷ്യ സഹകരണം ഉറപ്പാക്കിയിരിക്കുന്നു. എന്നും മാത്രമല്ല, ഏഷ്യയിൽ നിന്ന് ലോകത്തിൻ്റെ മുന്നിലേക്ക് ഇതാ ഒരു വൻ ശക്തികളുടെ കൂട്ട് പ്രകടമാക്കി, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ സഹകരണം ഉറപ്പാക്കിക്കൊണ്ട് 2 രാജ്യങ്ങളും 2 രാഷ്ട്രത്തലവന്മാരും രംഗത്ത് വന്നിരിക്കുകയാണ്. എന്നു മാത്രമല്ല, റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പറഞ്ഞത് നരേന്ദ്രമോദിയെ പോലൊരു പ്രധാനമന്ത്രിയെ കിട്ടിയത് ഇന്ത്യയുടെ ഭാഗ്യമാണ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. എന്ന് മാത്രമല്ല, ഈ പടിഞ്ഞാറൻ രാജ്യങ്ങൾ സാമ്പത്തികമായും അല്ലാതെയും ഉപരോധങ്ങളിലൂടെയും മറ്റും റഷ്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് നടക്കില്ല, അത് നടത്തില്ല. അങ്ങനെ റഷ്യയെ ഒറ്റപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ല എന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്ത്യ റഷ്യ സാമ്പത്തിക വ്യാപാര കരാറുകൾ അതാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും
ഒരു കാര്യം സത്യമാണ്, ഇതൊക്കെ പറഞ്ഞപ്പോഴും ഇതൊക്കെ ചെയ്തപ്പോഴും നരേന്ദ്രമോദി വ്യക്തമായിട്ട് പുടിനോട് തല ഉയർത്തി നിന്ന് പറഞ്ഞു, ഇന്ത്യ നിഷ്പക്ഷമല്ല, ഇന്ത്യയുടെ നിലപാട് നിഷ്പക്ഷമല്ല, ഇന്ത്യ എന്നും സമാധാനത്തിൻ്റെ പക്ഷത്താണ്, സമാധാനത്തിൻ്റെ പക്ഷത്ത് മാത്രമേ ഇന്ത്യ നിൽക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ ഉക്രൈനുമായുള്ള യുദ്ധം എത്രയും വേഗത്തിൽ അവസാനിപ്പിക്കണം. ഇന്ത്യ ഒരു രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സംവാദത്തിൽ ഇന്ത്യ ഇടപെടില്ല. അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവർ തമ്മിൽ പരിഹരിക്കേണ്ടതാണ്. അതിനകത്തൊരു മൂന്നാം കക്ഷി ആവശ്യമില്ല എന്നാണ് ഇന്ത്യയുടെ തുടക്കം മുതലുള്ള നിലപാട്. അതുകൊണ്ട് അതിൽ മാറ്റം വരുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ഞങ്ങൾ ഈ വിഷയത്തിൽ മറ്റഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ ലോകത്ത് എവിടെയും സമാധാനത്തിൻ്റെ പക്ഷത്തായിരിക്കും ഇന്ത്യ. അതിൽ ഒരു സംശയവും വേണ്ട. ഇന്ത്യ ആയുധമെടുക്കുന്നെങ്കിൽ അത് സമാധാനം നിലനിർത്താനും സമാധാനം കൊണ്ടുവരാനും വേണ്ടിയായിരിക്കും എന്നാണ് മോദി പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് വളരെ കൃത്യമാണ്. അതുപോലെ തന്നെ ഇന്ത്യയുമായുള്ള വാർഷിക വ്യാപാരം വലിയ തോതിൽ വർദ്ധിപ്പിക്കാനാണ് റഷ്യ ഉദ്ദേശിക്കുന്നത്. റഷ്യയിൽ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും നമ്മൾ വളരെ കൃത്യമായിട്ട് ചരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്ത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാരം പൂർവാധികം ശക്തമായി പൂർവാധികം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഇരു രാഷ്ട്ര തലവന്മാരും ഉറപ്പ് നൽകിയിരിക്കുന്നു. അന്ന് മാത്രമല്ല 6 ചെറിയ ആണവ റിയാക്ടറുകൾ ഇന്ത്യക്ക് നൽകും. അതുപോലെ കൂടംകുളത്തെ ആ ആണവ പദ്ധതി പരിപൂർണമാക്കി അതിൻ്റെ മുഴുവൻ ശേഷിയും പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കും. അതിന് റഷ്യ എല്ലാ സഹായവും ചെയ്യും, അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കും എന്ന് പുടിൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്ത്യ റഷ്യ സഹകരണം ഈ ചരിത്രത്തിലില്ലാത്തവണ്ണം വർദ്ധിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ആ സഹകരണം ലോകത്തിന് ഒരു സന്ദേശം കൂടി നൽകിയിരിക്കുന്നു. ഇതാ നിങ്ങൾ കണ്ടുകൊള്ളുക, സമാധാന പക്ഷത്ത് നിന്നൊരു ചേരി ഉണ്ടായിരിക്കുന്നു, അത് ഇന്ത്യയാണ് അതിന് നേതൃത്വം നൽകുന്നത്. റഷ്യ അതിനോട് അങ്ങേയറ്റത്തെ സഹകരണം, ലോക വൻ ശക്തിയായ റഷ്യ അങ്ങേയറ്റത്തെ സഹകരണം ഉറപ്പു നൽകിയിരിക്കുന്നു എന്നാണ് മോദി ഈ ഒരു ഉച്ചകോടിയിലൂടെ ലോകത്തിന് മുന്നിൽ തെളിയിച്ചിരിക്കുന്നത്. എന്തായാലും ചൈനയടക്കമുള്ള രാഷ്ട്രങ്ങൾ ഇക്കാര്യത്തിൽ വളരെ ജാഗ്രതയോടെ ശ്രദ്ധയോടെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് ഇന്ത്യയാണ്, ഇന്ത്യക്കൊപ്പം റഷ്യ ഇതാ തോളോട് തോൾ ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഇന്ത്യയെ ഏതെങ്കിലും വിധത്തിൽ ഇന്ത്യക്ക് അലോസരമുണ്ടാക്കുന്നത്, ഇന്ത്യക്ക് ഒരു ചെറിയ പോറലെങ്കിലും ഏൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കും എന്ന് ചൈന ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾക്ക് തിരിച്ചറിവുണ്ടാക്കി കൊടുക്കുന്നത് കൂടിയാണ് ഈ ഉച്ചകോടി. അതുപോലെ തന്നെ പാകിസ്ഥാനെ പോലെയുള്ള ചെറിയ രാഷ്ട്രങ്ങൾ, അമേരിക്കയുടെ ദല്ലാൾ പണി ചെയ്യുന്ന ജോർജ് സോറോസിൻ്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന പാകിസ്ഥാനും ബംഗ്ലാദേശുമൊക്കെ ഇതിൽ നിന്നൊരു വലിയ പാഠം മനസ്സിലാക്കിക്കൊള്ളണം. ഇന്ത്യ റഷ്യയുമായിട്ട് സഹകരിക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ നിങ്ങളുടെ ഈ സോറോസിൻ്റെ കോടിക്കണക്കിന് ലക്ഷം കോടി വരുന്ന ഡോളറുകൾ ഒന്നുമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു കൊള്ളണം. കാരണം ലോകത്തിലെ അത്രയും വലിയ സൈനിക ശക്തിയാണ് ഭാരതത്തോട് സഹകരിക്കാൻ ഇപ്പോഴിതാ പരിപൂർണമായിട്ടും തയ്യാറായി വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എക്കാലവും ഒരു പേടി സ്വപ്നമായി തുടരും എന്നുള്ളതും നിങ്ങൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ ഇസ്രയേലുമായിട്ട് അങ്ങേയറ്റത്തെ സഹകരണത്തിലാണ് ഇന്ത്യ എന്നുള്ളതും നിങ്ങൾ തിരിച്ചറിയണം. റഷ്യ മാത്രമല്ല, ലോകത്തെ വൻ ശക്തികളെല്ലാം ഇന്ന് ഇന്ത്യൻ വിപണിയെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ത്യയാകട്ടെ സ്വദേശീവൽക്കരണത്തിലൂടെ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഈ സ്വദേശീവൽക്കരണത്തെ ശക്തിപ്പെടുത്തുന്ന വിധത്തിൽ മാത്രമേ വ്യാപാര കരാറുകളിൽ ഇന്ത്യ ഏർപ്പെടുകയുള്ളൂ എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് റഷ്യയുമായിട്ടുള്ള ഈ സഹകരണം തെളിയിക്കുന്നത്. എന്തായാലും അമേരിക്കയുടെ തിട്ടൂരങ്ങൾക്ക്, പിഴത്തീരുവകൾക്ക്, ഇരട്ടി ചുങ്കത്തിന് ഒന്നും യാതൊരു വിലയും ഇന്ത്യ കൽപ്പിച്ചിട്ടില്ല എന്ന് ഒരിക്കൽ കൂടി പ്രവൃത്തിയിലൂടെ തെളിയിച്ചുകൊണ്ട് നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ മഹാനായ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി വളരെ ശക്തമായ ചുവടുവയ്പ്പുകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇന്ത്യ റഷ്യ ഉച്ചകോടി.